കൊച്ചിയിലെ മൃദംഗവിഷൻ പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് പിന്നിൽ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായി എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന ഒരു വാർത്ത. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ അടിമുടി വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള റിപ്പോർട്ട്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് GCDAയുടെ എസ്റ്റേറ്റ് വിഭാഗം മാറി മറിഞ്ഞത്, തീരുമാനം മാറ്റിയത്. അതിന്റെ പിന്നിൽ ഉന്നതരാണ്. ഏപ്രിൽ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമായി വിട്ടു നൽകിയിട്ടുള്ള സ്റ്റേഡിയം ഈ തരത്തിൽ നൽകാനായിട്ട് ചില ഉന്നതർ ഇടപെട്ടു എന്നുള്ളതാണ് വാർത്ത. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എസ് രാഗിൻ കൊച്ചിയിൽ നിന്ന് ചേരും. രാഗിൻ, ഗുഡ് മോർണിംഗ്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ GCDA വളരെ പെട്ടെന്ന് ഈ തീരുമാനം മാറ്റിയതിന് പിന്നിൽ ചില ഉന്നതരുടെ ഇടപെടലാണെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് വിവരമാണ് കിട്ടിയിട്ടുള്ളത്? മാത്രമല്ല, ഇതിൽ വൻ അഴിമതി എന്ന് വിജിലൻസിന് പുതിയ വിവരം ലഭിച്ചതായും നമുക്കൊരു വിവരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് രാഗിൻ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഓഗസ്റ്റ് മാസത്തിലാണ് മൃദംഗവിഷൻ GCDAയെ സമീപിക്കുന്നത് തങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേഡിയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ ഒരു മാസം ഇത് ചെയർമാൻ, അതായത് ചന്ദ്രൻപിള്ളയ്ക്കാണ് ഈ അപേക്ഷ കൊടുക്കുന്നത്. ചന്ദ്രൻപിള്ളയുടെ കയ്യിൽ ഈ അപേക്ഷയിരുന്നു. അതിനുശേഷമാണ് GCDA ഉദ്യോഗസ്ഥ തലത്തിലേക്ക്, അവരാണല്ലോ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അറിയിക്കേണ്ടത്, അവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എസ്റ്റേറ്റ് വിഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വിഭാഗമാണ് GCDAയിലെ. അവരെടുത്ത ആദ്യ നിലപാടെന്ന് പറയുന്നത് ഈ സ്റ്റേഡിയം ഈ മൃദംഗവിഷന് നൽകാൻ കഴിയില്ല എന്നതാണ്. ഈ അപേക്ഷ പരിഗണിക്കാൻ കഴിയില്ല എന്ന് ആണ് വ്യക്തമാകുന്നത്. അതിന്റെ നോട്ട് ഷീറ്റ്, GCDAയുടെ ഫയൽ നോട്ട് ഷീറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത് കൊടുക്കാൻ കഴിയില്ല. അതിന് കാരണമായി പറയുന്നത് ഇത് ഈ 2025 ഏപ്രിൽ വരെ ISLന്റെ ഭാഗമായിട്ട് ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്ന സ്റ്റേഡിയമാണ്. അത് ഫുട്ബോളിന് വേണ്ടി മാത്രമായി നൽകിയിരിക്കുന്നതാണെന്ന് അതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഫുട്ബോളിന് വേണ്ടി മാത്രമായി നൽകിയിരിക്കുന്ന ഒരിടത്ത് മറ്റൊരു പരിപാടിയും നടത്താൻ കഴിയില്ല. മാത്രമല്ല, ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടർഫുണ്ട്, ഫിഫ അടക്കം അംഗീകരിച്ച, അതിനടക്കം ചിലപ്പോൾ കേടുപാടുകളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇത് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യം ചെയർമാൻ ചന്ദ്രൻപിള്ളയ്ക്കാണ് ഇത് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻപിള്ളയുടെ കൂടി ശ്രദ്ധയിൽ ഇത് കാര്യങ്ങൾ പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം വരുന്നു. അതിൽ എല്ലാവരും തന്നെ GCDAയുടെ പ്രധാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിൽ ഒപ്പിടുന്നു. അതിനുശേഷമാണ് പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഈ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ അതിനൊരു ശരവേഗമാണ് ഉണ്ടാകുന്നത്. അതിന് പിന്നീട് ഒരു ക്ലോസ് കൊണ്ടിരുന്നു. ഇത് ബ്ലാസ്റ്റേഴ്സിനാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്ന ഒരു NOC കിട്ടിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നു. അതിനുശേഷം NOC കിട്ടിയതായി കാണിക്കുന്നു. തുടർന്ന് വേഗത്തിൽ തന്നെ ഇതിൽ ഈ വാടക നിശ്ചയിച്ച് ഇക്കാര്യങ്ങൾ കൊടുക്കുന്നു. അതിൽ മറ്റൊരു കാര്യം എഴുതിയിരിക്കുന്നത് ചെയർമാന്റെ നിർദ്ദേശപ്രകാരം നിശ്ചയിക്കുന്ന വാടക എന്നതാണ്. അതായത് മൃദംഗവിഷന് ചെയർമാന്റെ നിർദ്ദേശപ്രകാരം നിശ്ചയിക്കുന്ന വാടക എന്നതാണ്. അതായത് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അമിതാവേശം ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ ഒരു ഫയൽ നോട്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. രാഗിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ നമുക്ക് ടെലിഫോൺ ലൈനിൽ ഒരാൾ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ചെഷയർ ടാർസൺ എന്നൊരു പരാതിക്കാരനാണ്. ശ്രീ ചെഷയർ ടാർസൺ, നമസ്കാരം. വലിയ അഴിമതി, വലിയ പ്രശ്നങ്ങൾ, ഗുരുതരമായ വീഴ്ചകൾ, ഇതെല്ലാം ഈ മൃദംഗവിഷൻ പരിപാടിയുടെ സംഘാടനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായി പല പല വാർത്തകൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പുതിയതായി വരുന്നത് GCDA ഈ സംവിധാനം, സ്റ്റേഡിയം ഈ പരിപാടിക്കായി വിട്ടു നൽകിയതിൽ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. താങ്കൾ നൽകിയിരിക്കുന്ന പരാതി ഇത് എന്ത് ചൂണ്ടിക്കാട്ടിയാണ്? അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ചൂണ്ടിക്കാണിച്ചേക്കുന്ന ഇതിനകത്ത് നടന്നിരിക്കുന്ന ചട്ടലംഘനം, അധികാര ദുർവിനിയോഗം വഴിയുള്ള സാമ്പത്തിക ലാഭം. അപ്പോൾ ഈ ചെയർമാൻ ഇടപെട്ടത് കൊണ്ടാണ് ഈ പറയുന്ന മൃദംഗവിഷൻ, അതല്ലെങ്കിൽ ഈ പറയുന്ന സംഘാടകർക്ക് ഒരു 9 കോടി അല്ലെങ്കിൽ 10 കോടി പിരിക്കുവാൻ സാധിച്ചേക്കണം. അപ്പൊ അവർക്കുണ്ടായിരിക്കുന്ന ലാഭം ഇദ്ദേഹം വഴിയായതുകൊണ്ട് അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് സാധാരണഗതിയിൽ നമ്മളൊരു അപേക്ഷ GCD സമർപ്പിക്കുകയാണെങ്കിൽ സെക്രട്ടറിനെ മെൻഷൻ ചെയ്തിട്ട് അവിടെ അത് കൊടുത്ത് ഫയലാക്കും. അത് സെക്രട്ടറി അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആരാണ് തീരുമാനം എടുക്കുന്നത്? ഇവിടെ ഇപ്പൊ തീരുമാനം എടുക്കേണ്ടത് എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിലേക്ക് ഫയൽ ചെയ്യണം. എസ്റ്റേറ്റിലേക്ക് ഫയൽ ചെന്നിട്ടില്ല. ഇവരാദ്യം GCD ചെയർമാൻ അഡ്രസ് ചെയ്ത് ചെയർമാൻ നേരിട്ടാണ് കൊടുക്കുന്നത്. അതൊരു 30 ദിവസം വെക്കുന്നു. 30 ദിവസം കഴിഞ്ഞ് ചെയർമാൻ അതെന്ത് സെക്രട്ടറിക്ക് കുറിയിട്ട് കൊടുക്കുന്നു. സെക്രട്ടറി അത് നേരെ നമുക്ക് ആ ഫയലിൽ കാണാം. അവിടെ നേരെ മുകളിൽ ഒപ്പിടുന്നത് സെക്രട്ടറിയും ചെയർമാനാണ് ഇവർ കൊടുക്കുന്ന അപേക്ഷ. ദെൻ അത് എസ്റ്റേറ്റിൽ ചെല്ലുന്നു. എസ്റ്റേറ്റ് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ലോകോത്തര ഇതുള്ള സ്റ്റേഡിയത്തിൽ അവിടെ ISL കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അത് ബ്ലാസ്റ്റേഴ്സിന് വാടക കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ 30 വരെ.
അതുപോലെ ടർഫാണ്. ഇത് ടർഫും വളരെയധികം അതെനിക്ക് നമുക്കറിയാം FIFA Under-17 നടന്നപ്പോ അവിടെ കോടിക്കണക്കിന് തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ അഴിമതിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ശ്രീ ചെഷേർ ടാർസൻ, വളരെ നന്ദി. ഒപ്പം ചേർന്നതിന് താങ്കളുടെ അഭിപ്രായം അറിയിച്ചു. എന്തുകൊണ്ട് ഇത്ര എളുപ്പത്തിൽ മാറി മറിയുന്ന രീതിയിലേക്ക് ആ അനുമതി ലഭ്യമല്ല? നമ്മൾ ഈ ഉന്നതർ ഇടപെട്ടു എന്ന് പറയുമ്പോഴും ആ ഉന്നതർ ഇത് പല സന്ദർഭങ്ങളിലും ഉണ്ടാവാറുള്ളതാണ്. ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടപ്പെടാറില്ല. ഉന്നതർ എന്നത് ഉന്നതരായി മാത്രം ചുരുങ്ങി പോകുന്നതാണ് പലപ്പോഴും. ആ പേരുകൾ എന്താണോ പേരുകൾ അതുപോലെ തന്നെ ചുരുങ്ങുകയും പുറത്തേക്ക് വരാതിരിക്കുകയും നമ്മൾ കാണാറുണ്ട്.